നമസ്കാരം സാർ. സാറേ ഈ പിടിച്ചാൽ എനിക്കറിയാട്ടാ. ഈ പരിസരത്ത് മുമ്പ് ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ സ്ഥിരം പരിപാടിയാ സാറേ. ഏതാ നീ മാറിക്കടാ. വിശദമായി എഴുതിയേക്ക്. സാർ എടി എന്താണ് ഇവിടെ പ്രശ്നം? നീ അറിഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ വീട്ടിൽ കള്ളം കയറിയത്? പക്ഷെ ഒന്നും പോയില്ലെന്നാ കേട്ടെ. എന്നാലും സാരില്ല, അവർക്ക് അങ്ങനെ തന്നെ വേണം. കള്ളം കയറിയല്ലോ, ഞാൻ എല്ലാരും ഒന്ന് വിളിച്ച് പറയട്ടെ. അമ്മ എടി എന്താ പ്രശ്നം? എന്താ പറഞ്ഞ പോലീസൊക്കെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഇന്നലെ രാത്രി ഇവിടെ നടന്നതല്ലോ അറിഞ്ഞോ? അതെങ്ങനെ പോത്ത് പോലെ കിടന്നു ഉറങ്ങിക്കോളും. വീട്ടിൽ കള്ളം കയറി. അവസാനം അച്ഛനും അമ്മാവനും തന്നെ വേണ്ടി വന്നു. പെങ്ങളെ ക്ഷീണിച്ചിരിക്കാവോ എന്റെ മോൻ? കുറച്ച് മുട്ടന്മാരുടെ കുത്തി കയറ്റിക്കോട്. എന്താളിയോ കാണന്ന് പറഞ്ഞ എന്തോ തൈയുടെ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താ കാര്യം? ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. വീട്ടിൽ കള്ളം കയറി. കള്ളനാ? എന്നിട്ട് വല്ലതും പോയോ? ഒന്നും പോയൊന്നുമില്ല. കള്ളനെ പിടിക്കുകയും ചെയ്തു. അടിപൊളി. എന്നിട്ടാണ് നീ എന്തോ പോയ എന്തിനെ പോലെ ഇരിക്കണേ? ഇന്ന് രാവിലെ ആണെങ്കിൽ ആ വീട്ടിൽ കള്ളം കയറി വരും പോലും ഞാൻ അറിയുന്നത്. അപ്പൊ കള്ളനെ പിടിച്ചു തരാ? കള്ളനെ പിടിച്ചത് അച്ഛനും അമ്മാവനും കൂടെ. അങ്ങേര് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എടാ നീ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറ. വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടെന്നാ തോന്നണേ. നീ പോയി അമ്മാവനെ വിളിച്ചിട്ടോ? പീഡിപ്പിച്ചു കളഞ്ഞോടാ. ബോധം പോയോ? ഇതാണ് അളിയ സംഭവിച്ചത്. അല്ല ഇതൊക്കെ നടക്കുമ്പോ നീ ഏത് പാതാളത്തിലായിരുന്നു?
മോനെ, കണ്ണാ, വാതിലുറക്ക്. എടാ വാതിലുറക്കാൻ. Get to the safe zone. Crouch down. ഓ പിന്നെ നീ കൂടെ ഉണ്ടായിരുന്നോളൂ ബാക്കി. അളിയാ, നീ ചിരിക്കാതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഇതൊന്നും രക്ഷപ്പെടും? വീട്ടുകാരും നാട്ടുകാരും എന്നെ പുച്ഛിച്ച് തള്ളുക. ഞാൻ ആലോചിച്ചിട്ടിപ്പം ഒറ്റ വഴിയുള്ളൂ. വീട്ടിലൊരു കള്ളം കയറി നീ തന്നെ അയാളെ ഓടിച്ചിട്ട് പിടിക്കും. അളിയ, എനിക്കൊരു ഐഡിയ. പ്ലീസ്, നിന്നെ കൊണ്ട് പറ്റും. അളിയ, സെറ്റ് അല്ലേ? ഓക്കെ, ഇന്നാ എന്റെ ഫോണും പേഴ്സും. അപ്പൊ ബാക്കി കാണാം. എല്ലാം പറഞ്ഞ പോലെ ഇതൊക്കെ എന്ത്? ഒരു ഒറിജിനാലിറ്റി കിടക്കട്ടാ. എന്താ മോനെ, എന്താടാ? അച്ഛാ, കളൻ എന്റെ ഫോണും പേഴ്സും കൊണ്ടുപോയി. ദേ കളൻ. നിങ്ങൾ തൽക്കാലം ആളെ വിളിച്ചു കൂട്ടണ്ട, ഞാൻ പോയി നോക്കട്ടെ. കലക്കി വന്നേ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. എന്നാ ഞാനിന്ന് മേടിച്ച്, കുഴപ്പമില്ല, ഇതവളൊക്കെ ഞാൻ പിന്നെ മുതലായിക്കോളാം. അതൊക്കെ സെറ്റാക്കാന്നേ, നീ വിട്ടോ. അയ്യാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് കുഴപ്പം? ബേജാറാവണ്ട്, പോ. ഒന്ന്, രണ്ട്, 20. അയ്യോ, എന്താടാ, എന്താ പറ്റിയ മോനെ? വാച്ചാ പറയാ. അവനെ കിട്ടിയില്ല, അവൻ ഓടി. എന്തായാലും ഫോണും പേഴ്സും കിട്ടി, ഭാഗ്യം. എന്നിട്ട് മോനെന്തെങ്കിലും പറ്റിയോ? ഏയ്, ഷെടാ, ഇതിപ്പോ കള്ളന്മാരൊക്കെ പണി പഠിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്കാണല്ലോ വരുന്നത്. നാളെ എന്തായാലും ഒരു കംപ്ലൈന്റ് കൊടുക്കണം. നീ പോയി ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഈ പുന്നാരമോൻ മതിലാടി ഓടായിരുന്നു കേട്ടാ. നേരെ ഞങ്ങളുടെ മുമ്പിലെ ചാടി ഓടിച്ചിട്ട് പിടിച്ചു. നേരെ നോക്കണം അങ്ങോട്ട്. ദൈവമേ, ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യ. അവന്റെ മമ്മൂട് വരികേട്ടാ, ആരാണെന്ന് അറിയണല്ലോ. ഊരുടെ അങ്ങോട്ട് നീ എന്താ ബലം പിടിക്കാൻ? വീടടാ അങ്ങോട്ട്. എടാ ശ്യാമേ, നീയോ? നിങ്ങൾ പരിചയക്കാരെന്താ ആളെ കളിയാക്കാ? ഞാനല്ല, എല്ലാത്തിനും കാരണം നിങ്ങൾ ഈ മോന. ശിവനേ, നിന്റെയൊക്കെ തോന്നിവാസം കാരണം നാട്ടിലെ മാന്യന്മാർക്കാണ് ബുദ്ധിമുട്ടായി അല്ലേ? കുഴപ്പമില്ല ഏട്ടാ. അല്ല, നിങ്ങൾ ഇവിടെ അടുത്തെങ്കിലും കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ള ഏട്ടാ. എന്താ ഞങ്ങള് പയ്യെ ഇറങ്ങിയേക്കുവാ. ഫോട്ടോ വെക്കണേ. ഓടടാ. നീ ഇവിടെ വന്നേ, ചോദിക്കട്ടെ. നീ എങ്ങോട്ടാ? ഇവിടെ വന്നേ. അയ്യോ, എന്റെ മാല.